ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു സന്ദേശം അയച്ചു തന്നു. വായിച്ചപ്പോൾ അതെത്ര ശരിയാണെന്ന് എനിക്ക് തോന്നി. അതെങ്ങനെയാണ്: മാർപ്പാപ്പയെ അനുസരിക്കാതിരിക്കുക, അതും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അനുസരിക്കാതിരിക്കുക. പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ തലവനായ കർദിനാളിൻ്റെ കോലം കത്തിക്കുക. സീറോ മലബാർ സഭയുടെ തലവനായിരുന്ന കർദിനാളിൻ്റെ കോലം കത്തിക്കുക. പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിയെറിയുക. ആ പ്രതിനിധിയുടെ കയ്യിലുണ്ടായിരുന്ന തിരുവോസ്തിയെ നിന്ദിക്കുക. അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററായിരുന്ന താഴത്തെ പിതാവിൻ്റെ കാല് തല്ലിയൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ജോൺ തൊട്ടുപുറമച്ചനെ ബലിപീഠത്തിൽ നിന്ന് തള്ളി പുറത്താക്കുക. കൂദാശ വിലക്ക് ലംഘിച്ച് കല്യാണം ആശീർവദിക്കുക. കൂദാശ വിലക്ക് ലംഘിച്ച് കുമ്പസാരം കേൾക്കുക. കൂദാശ വിലക്ക് ലംഘിച്ച് കുർബാന ചൊല്ലിക്കൊണ്ടേയിരിക്കുക. മൂത്രപ്പുരയുടെ മുമ്പിൽ വൃത്തികെട്ട സാഹചര്യത്തിൽ കുർബാന ചൊല്ലുക. ഉദയംപേരൂർ പള്ളിയിലെ മധുബഹയിലെ ബലിപീഠത്തിന് ചുറ്റും നിൽക്കാൻ പാടില്ലാത്ത മാരണങ്ങൾ സ്ത്രീ രൂപത്തിൽ നിൽക്കുക. ആഭാസ നൃത്തം ചെയ്യുക. ഇത്യാദി പാപങ്ങളെല്ലാം ഒറ്റയടിക്ക് മായ്ച്ചു കളയാനുള്ള തട്ടിലിൻ്റെ ഒറ്റമൂലി. വെറും 1 മണിക്കൂർ ആരാധന. കുർബാന അവഹേളനത്തിൻ്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. സിനഡ് കണ്ടുപിടിച്ച മാന്ത്രിക വിദ്യ, മായാവിയുടെ സൂത്രവിദ്യ. പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചത് മായ്ച്ചു കളയാൻ 1 മണിക്കൂർ ആരാധന. പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചു എന്ന് സമ്മതിച്ചതിനും ഈ ആരാധന നടത്താൻ ആഹ്വാനം ചെയ്തതിനും തട്ടിൽ പിതാവേ ഒത്തിരി നന്ദി, കർത്താവിനെ പ്രതി നന്ദി. പക്ഷേ ഇത് മതിയോ തട്ടിൽ പിതാവേ? അവർക്കെതിരെയുള്ള, കുർബാനയെ അവഹേളിച്ചവർക്കെതിരെയുള്ള, കൂദാശ വിലക്ക് ലംഘിച്ചവർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള ആത്മീയ ഒരുക്കമാണ് ഈ തിരുമണിക്കൂറെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് തന്നെ. എങ്കിലും പിതാവേ, ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 2022 ഡിസംബർ 23, 24 തീയതികൾ, ക്രിസ്മസിൻ്റെ തലേ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അങ്ങയുടെ കത്തീഡ്രൽ ബസിലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ വിശദവും വിദഗ്ധവുമായ ആസൂത്രണങ്ങൾ നടത്തി 33 ആളുകൾ അവിടെ എത്തി. അതിക്രമിച്ച് കയറി. അവർ അന്യഗ്രഹ ജീവികളല്ല, സംഘികളല്ല, ജിഹാദികളല്ല, കമ്മികളല്ല, കൊങ്ങികളല്ല, വൈദികര്. അങ്ങയുടെ അതിരൂപതയിലെ വൈദികര്, അങ്ങയുടെ സഭയിലെ വൈദികര്, വിശുദ്ധ കുർബാന വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യാനായി വാഴിക്കപ്പെട്ടവർ, അങ്ങയെപ്പോലുള്ള മെത്രാന്മാരുടെ കൈവപ്പ് വഴി വാഴിക്കപ്പെട്ടവർ, കുർബാന എന്തെന്ന് പഠിച്ചവർ, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവർ, പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധിയെ സംരക്ഷിക്കേണ്ടവർ, സംരക്ഷിക്കാൻ കടപ്പെട്ടവർ. അങ്ങനെ പരിശുദ്ധ കുർബാനയെ പരിശുദ്ധിയോടുകൂടി സമീപിക്കണം എന്ന് സത്യവിശ്വാസികളുടെ ആഹ്വാനം ചെയ്യുന്നവർ. അവർ 25 ദിവസം തയ്യാറായത്, ക്രിസ്മസിനുള്ള 25 നോമ്പിൽ തയ്യാറായത് കർത്താവിനെ ദ്രോഹിക്കാനാണ്. അവർ വൈദികരെന്ന് വിളിക്കാമോ? വൈദിക തെമ്മാടികൾ. അന്ന് അവിടെ വികാരിയുടെ ചുമതലയുണ്ടായിരുന്ന അച്ഛൻ്റെ അനുവാദമില്ലാതെ കത്തീഡ്രൽ ബസിലിക്കൽ അതിക്രമിച്ച് കടന്ന്, അതുതന്നെ മറ്റേതെങ്കിലും പള്ളിയിൽ അനുവദിക്കുമോ? പോലീസിന് വിട്ട് ഇല്ലേ, അവരെ അറസ്റ്റ് ചെയ്യിക്കില്ലേ? ഒരേ അപ്പവും ഒരേ വീഞ്ഞും ഉപയോഗിച്ച് വായിൽ തോന്നിയതുപോലെയൊക്കെ അവർ കുർബാന ചൊല്ലി. സഭയുടെ പ്രബോധനം അതെൻ്റെ ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിൽ കൂടി ഞാൻ അംഗീകരിക്കുന്നുവെന്നും മാർപ്പാപ്പയെയും സഭാധികാരികളെയും ഞാൻ അനുസരിക്കുമെന്നും അൾത്താരുടെ മുമ്പിൽ വെച്ച് വിശുദ്ധ ബൈബിൾ തൊട്ട് സത്യം ചെയ്തവരാണ് ഈ അൾത്താരിൽ കയറി, ബലിപീഠത്തിൽ കയറി സഭയുടെ സകല നിയമങ്ങളും കുർബാന സംബന്ധിക്കുന്ന സകല അനുഷ്ഠാനങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട്
പരമപരിശുദ്ധ കുർബാനയെ അവഹേളിച്ചത്. ലോകമാസകലമുള്ള കത്തോലിക്ക വിശ്വാസികൾ നെഞ്ചിൽ കുത്തിയിറക്കുന്ന വേദനയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആ കാഴ്ച കണ്ട് പലരും പൊട്ടിക്കരഞ്ഞു. രോഷവും സങ്കടവും സഹിക്കവയ്യാതെ ഞാൻ ആ നിമിഷത്തിൽ തന്നെ ഒരു വീഡിയോ ചെയ്തു. പിറ്റേ ദിവസം ഈ വൈദികർ കത്തോലിക്ക സഭയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന്. എന്നെപ്പോലെ എല്ലാവരും പ്രതിഷേധിച്ചു, സഭയുടെ മെത്രാന്മാർ ഒഴികെ. KCBCയും CBCയും അന്ന് റോമായിലേക്ക് ടൂർ പോയിരിക്കുകയായിരുന്നു. അതിനാൽ വാ തുറന്ന് കമാന്നൊരക്ഷരം മിണ്ടിയില്ല. അന്നത്തെ വാർത്തകളെല്ലാം അവർ കണ്ടില്ലെന്ന് നടിച്ചു. 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണർന്ന വികാരമൊന്നും കർത്താവിനെ നിരന്തരമായി അവഹേളിച്ചപ്പോൾ മെത്രാന്മാരിൽ ഉണർന്നില്ല. കത്തീഡ്രൽ ബസിലിക്കയിൽ സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ആഭിചാര കുർബാന, അതും വികാരിച്ചന് അറിവ് കൂടാതെ പള്ളിയിൽ അതിക്രമിച്ച് കടന്ന്. പരിശുദ്ധ കുർബാനയോടുള്ള അനാദരവ് അതിൻ്റെ അങ്ങേയറ്റത്തെത്തി. കർത്താവിനോടുള്ള അവഹേളനം അതിൻ്റെ അത്യുച്ഛയിലെത്തി. ഒരു ഓസ്തി ഉപയോഗിച്ച് കുർബാന ചൊല്ലി, അത് കർത്താവിന് ശരീരമായി തീർന്നു. വീഞ്ഞ് ഉപയോഗിച്ച് കുർബാന ചൊല്ലി, അത് കർത്താവിൻ്റെ രക്തമായി തീർന്നു. ആ തിരുവോസ്തിയും ആ തിരുരക്തം ഉപയോഗിച്ച് തന്നെ 18 മണിക്കൂറോ അതിൽ മേലെയോ നിർത്താതെ കുർബാന, റിലേ കുർബാന ചൊല്ലി. സിമുലേഷൻ എന്ന് പറയും, വികൃതമാക്കുക, കുർബാനയെ വികൃതമാക്കുക. കത്തോലിക്ക സഭയിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള നിന്ദനമാണ്, ക്രിസ്തുധർമ്മത്തിന് ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള നിന്ദനമാണ് സംഭവിച്ചത്. ഇതിലും വലിയ അനാദരവ് പരിശുദ്ധ കുർബാനയോട് കാണിക്കാനുണ്ടോ? തട്ടിൽ പിതാവേ, ഇതിനെല്ലാം പരിഹാരമായിട്ട് 1 മണിക്കൂർ ആരാധന നടത്തിയാൽ മതിയോ? ഇത് മതിയോ തട്ടിൽ പിതാവേ? കർത്താവിനെ നിന്ദിക്കുന്നത് കണ്ട് സഹികെട്ട് സത്യവിശ്വാസികളിൽ ചിലർ കയറി ചെന്ന് ബലമായി ബലിപീഠം മാറ്റിയിട്ടു. ദൈവം നിന്ന് അവസാനിപ്പിക്കാൻ അൽമായര് സത്യവിശ്വാസികൾ നടപടിയെടുത്തു. 1215 4-ാം ലാറ്ററൻ സൂനോദോസ് കൽപ്പിച്ചിട്ടുണ്ട്, വിശ്വാസം സംരക്ഷിക്കുന്നതിൽ മെത്രാന്മാർ പരാജയപ്പെട്ടാൽ അൽമായർ അത് ചെയ്യണം. ഈ അൽമാർക്ക് ഈ ലാറ്ററൻ സൂനോദോസിന്റെ കൽപ്പനയ്ക്ക് അറിയുമോ എനിക്കറിയില്ല, പക്ഷെ അവർ ചെയ്തു. അവരുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചു. അൽമായർക്കുണ്ടായ ബോധവും വിശ്വാസവും എന്തേ നിങ്ങൾ മെത്രാന്മാർക്കുണ്ടാകാത്തത്, സഭാതലവനായ അങ്ങയ്ക്കുണ്ടാകാത്തത്? ഈ വൈദിക തെമ്മാടികൾക്കെതിരെ എന്താണ് തട്ടിൽ പിതാവെ നടപടി എടുക്കാത്തത്? മെത്രാന്മാർ നടപടി എടുക്കാത്തത്? മെത്രാൻ സിനഡ് നടപടി എടുക്കാത്തത്? ഇനി നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല, ഈ ദൈവം നിന്ന് അവസാനിപ്പിക്കാൻ ശ്രമിച്ചവരെയും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കുറ്റക്കാരെന്ന് വിധി പ്രസ്താവിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങൾക്ക് എന്ത് വിശ്വാസമാണ് കർത്താവിലുള്ളത്, പരിശുദ്ധ കുർബാനയിലുള്ളത്? ഇതൊന്ന് വെളിപ്പെടുത്തണ്ടേ? അല്ലെങ്കിൽ ഈ സഭയെ നയിക്കാനുള്ള എന്ത് ധാർമ്മികമായിട്ടുള്ള അവകാശമാണ്, അധികാരമാണ് നിങ്ങൾക്കുണ്ടാവുക? ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ ആഭിചാര കുർബാന കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ 2023 പിറവി തിരുനാളിന് മുമ്പ് ഈ വൈദിക തെമ്മാടികളുടെ കുർബാന അവഹേളനത്തിന്റെ 1-ാം വാർഷികത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വീഡിയോ സന്ദേശം പുറപ്പെടുവിച്ചു. തട്ടിൽ പിതാവേ, അങ്ങത് കേട്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ ഇപ്പോഴും കിടപ്പുണ്ട് വത്തിക്കാൻ സൈറ്റിൽ, വത്തിക്കാൻ്റെ ന്യൂസിൽ ഇപ്പോഴും കിടപ്പുണ്ട് പരിശുദ്ധ പിതാവിൻ്റെ ആ വീഡിയോ സന്ദേശം. അതിൽ ചില കാര്യങ്ങൾ അങ്ങ് കേട്ട് കാണും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, സമൂഹത്തിൻ്റെ മാതൃകകളും കൂട്ടായ്മയുടെ യഥാർത്ഥ ഗുരുക്കന്മാരുമായിരിക്കേണ്ട ചിലർ, പ്രത്യേകിച്ച് വൈദികർ, മെത്രാൻ സിനഡിന്റെ തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും വർഷങ്ങളായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സഹോദരി സഹോദരന്മാരെ, അരുത്, നിങ്ങളവരെ പിന്തുടരുക, അരുത്. നിങ്ങളുടെ ഇടയിൽ അക്രമം നടന്നിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. കൂട്ടായ്മയിൽ തുടരാനും സിനഡ് തീരുമാനിച്ചതുപോലെ കുർബാന അർപ്പിക്കാനും ശ്രമിക്കുന്നവർക്കെതിരെ, ആഗ്രഹിക്കുന്നവർക്കെതിരെ, നിങ്ങളുടെ സഭയോട് വിധേയത്വമുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ അക്രമം നടക്കുന്നു. നിങ്ങളുടെ സഭയോട് വിധേയത്വമുള്ളവരായിരിക്കാൻ ഞാനും പലതവണ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തട്ടിൽ പിതാവേ, അങ്ങത് കേട്ടിട്ടില്ലേ? ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശമാണിത്. അങ്ങും കുർബാനയെ അവഹേളിക്കാനും മാർപ്പാപ്പയെ ധിക്കരിക്കാനും കൂട്ടുനിൽക്കുകയാണോ? ഇപ്പോഴും അക്രമങ്ങൾ നടക്കുന്നെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എത്ര അക്രമങ്ങൾ പിന്നെയും നടന്നു? എന്തേ അങ്ങ് കണ്ണടച്ചിരിക്കുന്നത്? എന്തിനാണ് ഈ സഭയുടെ തലവനായിട്ടിരിക്കുന്നത്? തട്ടിൽ പിതാവേ, ഞങ്ങൾക്ക് ഒന്ന് വ്യക്തമാക്കൂ, ഞങ്ങളോടൊന്ന് വ്യക്തമാക്കൂ.
കുർബാന ഇങ്ങനെ പിന്നെയും അവഹേളിക്കുക. 2023 മാർപ്പാപ്പ പറഞ്ഞതിന് ശേഷവും പിന്നെയും ഉണ്ടായി. മരുത്തോർ വട്ടത്തുണ്ടായി, പ്രസാദഗിരിയിലുണ്ടായി, ഉദയം പേരൂരുണ്ടായി. അങ്ങക്ക് ഈ എറണാകുളം അങ്കമാലിയുടെയും സീറോ മലബാർ സഭയുടെയും തലവനല്ലേ അങ്ങ്? ഇതിനൊക്കെ പ്രതികരിക്കേണ്ടതില്ലേ? നടപടി എടുക്കേണ്ടതില്ലേ? ഇല്ല എന്നാണ് അങ്ങക്ക് തോന്നുന്നെങ്കിൽ പ്ലീസ് രാജിവെച്ച് പോകണം. പ്ലീസ് ഈ സഭയെ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കരുത്. അങ്ങ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ സഭയെ നശിപ്പിക്കരുത്. വീണ്ടും മാർപ്പാപ്പയുടെ വാക്കുകൾ. വിശുദ്ധ കുർബാനയുടെ അനാദരവ് കാട്ടുകയും കൂട്ടായ്മ തകർക്കുകയും പോരും കലഹങ്ങളും തുടരുകയും ചെയ്യുന്നിടത്ത് കുർബാനയുണ്ടാകുന്നത് എങ്ങനെയാണ്? മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. തട്ടിൽ പിതാവേ, അങ്ങയുടെ കൂടി മാർപ്പാപ്പയാണ് ഈ മാർപ്പാപ്പ. ആ മാർപ്പാപ്പയുടെ വാക്കുകൾ അങ്ങ് കേട്ടിട്ടില്ലേ? എന്നിട്ട് എന്തേ ഒരു പ്രതികരിക്കാത്തത്? വീണ്ടും മാർപ്പാപ്പയുടെ വാക്കുകൾ. എതിർപ്പിനുള്ള കാരണങ്ങൾക്ക് കുർബാനയർപ്പണവുമായോ ആരാധനക്രമവുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് എനിക്കറിയാം. അവ ലൗകിക കാരണങ്ങളാണ്, ഇഹലോകവുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ. അവ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നവയല്ല. പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നവയല്ലെങ്കിൽ അത് മറ്റിടങ്ങളിൽ നിന്ന് വരുന്നവയാണ്. ഇക്കാരണത്താൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി വർഷങ്ങളായി മുന്നോട്ട് വെച്ച കാരണങ്ങൾ ഞാൻ മനസ്സിലെത്തി സമയമെടുത്ത് പഠിച്ചു. എന്നിട്ടും എറണാകുളത്തുകാർ പറഞ്ഞുകൊണ്ട് നടക്കാണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന്. മാർപ്പാപ്പ പറയാണ്, ഞാൻ തന്നെ ഇതിനകം പലതവണ നിങ്ങൾക്ക് കത്തുകൾ എഴുതിയിട്ടുണ്ട്. ഒരു മാർപ്പാപ്പ ഇങ്ങനെ പറയേണ്ടി വരുന്നതിന്റെ വേദന തട്ടിൽ പിതാവ് മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങ് അദ്ദേഹത്തെ അനുസരിക്കാതിരിക്കുന്നവരുടെ വേദന, ആ അനുസരിക്കാതിരിക്കുന്നവരിൽ അങ്ങ് കൂടി ഉണ്ട് തട്ടിൽ പിതാവേ. വീണ്ടും പിതാവ് മാർപ്പാപ്പ പറയാണ്, എന്നാൽ എല്ലാ വിശ്വാസികളും അറിവിനായി എൻ്റെ കത്തുകൾ പൊതുവായി വായിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അസാധാരണമായി ഈ നീക്കത്തിലൂടെ, ഈ വീഡിയോയിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. മാർപ്പാപ്പയുടെ കത്തുകളൊന്നും പള്ളിയിൽ വായിക്കാത്തത് കൊണ്ട് വീഡിയോയിലൂടെ പറയുകയാണ്, എല്ലാവരും കേൾക്കാൻ. കാരണം എന്താണ് മാർപ്പാപ്പ ചിന്തിക്കുന്നതെന്ന് ഇനി ആർക്കും സംശയം വരാൻ ഇടയാകരുത്. മാർപ്പാപ്പയുടെ വാക്കുകളാണിത്, വീഡിയോ സന്ദേശം. തട്ടിൽ പിതാവേ, മാർപ്പാപ്പയുടെ വാക്കുകൾ അങ്ങ് കേട്ടിട്ടില്ലേ? ഇനി ഒരാൾക്കും സംശയം വരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങക്ക് ഇനിയും സംശയമുണ്ടോ? വീണ്ടും മാർപ്പാപ്പയുടെ വാക്കുകൾ. ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ എൻ്റെ പ്രതിനിധിയായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. സമരവും എതിർപ്പുകളും അക്രമങ്ങളും അവസാനിപ്പിക്കാൻ എൻ്റെ പേരിൽ അദ്ദേഹം നിങ്ങളോട് ആവശ്യപ്പെട്ടു. ദൗർഭാഗ്യവശാൽ അതും നിങ്ങൾ അനുസരിച്ചില്ല. ആ സമരവും എതിർപ്പുകളും അക്രമങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു. തട്ടിൽ പിതാവേ, മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ കേട്ടിട്ടില്ലേ? ഇനി ലയോൺ മാർപ്പാപ്പയും ഇങ്ങനെ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കണോ? നടപടിയെടുക്കൂ. നടപടിയെടുക്കാനായിട്ട് അങ്ങേക്ക് അറിയില്ലെങ്കിൽ ആളുകളോട് ചോദിക്കൂ. അറിയാവുന്ന ആളുകളുണ്ട്, അത് ചെയ്ത് കാണിക്കാൻ തൻ്റെ ഇടമുള്ളവരുണ്ട്. അവരെ ഏൽപ്പിക്കൂ. പ്ലേറ്റോ പറയുന്നുണ്ട്, ദ ബെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ഈസ് ദ വൺ ഹു അപ്പോയിന്റ്സ് ദ ഫിറ്റിംഗ് പേഴ്സൺ ഇൻ ദ ഫിറ്റിംഗ് പൊസിഷൻ. ശരിയായ പദവിയിൽ ശരിയായ ആളെ നിയമിക്കുന്നവനാണ് ഏറ്റവും നല്ല ഭരണാധികാരി. തട്ടിൽ പിതാവേ, ഇനിയെങ്കിലും അങ്ങത് തെളിയിക്കൂ. വീണ്ടും മാർപ്പാപ്പയുടെ വാക്കുകൾ. നിങ്ങളുടെ സഭയിലെ മറ്റെല്ലാ രൂപതകളോടും ചേർന്ന് എളിമയോടും വിശുദ്ധിയോടും കൂടി നിങ്ങളുടെ അതേ രൂപത 2023 പിറവി തിരുനാളിന് കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മെത്രാൻസിനോട് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. 2023 ഡിസംബർ, ഇതിപ്പോൾ 2025 ഡിസംബർ ആകാൻ പോകുന്നു. തട്ടിൽ പിതാവേ, അങ്ങത് കേൾക്കുന്നില്ലേ? മാർപ്പാപ്പയുടെ വാക്കുകൾ അങ്ങ് കേൾക്കുന്നില്ലേ? അതനുസരിക്കാനും പ്രവൃത്തിയിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാനും അങ്ങയ്ക്ക് ഉത്തരവാദിത്വമില്ലേ? വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ. പിശാച് നിങ്ങളൊരു വിഘടിത സഭയേക്കാൻ ശ്രമിക്കുന്നുവെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതിന് നിങ്ങൾ ജാഗ്രത പാലിക്കുക. എറണാകുളത്ത് അൽമായരോടാണ്. നിങ്ങൾ സഭയാണ്, വിഘടിത വിഭാഗമാകരുത്. ഇത് അൽമായരോടാണ് പറയുന്നത് മാർപ്പാപ്പ. വിമത വൈദികരെ പിന്തുടരുക അരുത് എന്നാണ് മാർപ്പാപ്പ പറയണേ. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. മാർപ്പാപ്പയേക്കാൾ വലുത് നിങ്ങൾക്ക് വിമത വൈദികരാണ്. തട്ടിൽ പിതാവേ, ഇത് കേൾക്കുന്നില്ലേ? ഇത് കേട്ടിട്ടില്ലേ? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ. മാർപ്പാപ്പയല്ലേ? അതിന് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അദ്ദേഹം അർഹിക്കുന്ന ഒരു ഗൗരവം കൊടുക്കണ്ടേ? വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ. എല്ലാ സഹോദരന്മാരെയും വിശ്വാസത്തിലും സഭൈക്യത്തിലും ഉറപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പത്രോസിന്റെ പിൻഗാമിയുമായും നിങ്ങളുടെ ഇടയന്മാരുമായും നിങ്ങൾ സഹകരിക്കാതിരുന്നാൽ നിങ്ങളുടെ ചുമതലപ്പെട്ട അധികാരികൾ നിങ്ങൾ സഭയ്ക്ക് പുറത്തു പോകുന്നത് സാക്ഷ്യപ്പെടുത്തേണ്ടി വരും. അതൊരു നിർബന്ധിത സാഹചര്യമായിട്ട് മാറും. ആ നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക.
മാർപ്പാപ്പയുടെ വാക്കുകളാണ്. സഭ ഇന്ന് പുറത്താക്കണമെന്നാണ് പറഞ്ഞത്. മാർപ്പാപ്പയോടും മെത്രാൻ സിനഡിനോടും വിധേയത്വമില്ലാത്തവരെ പുറത്താക്കാൻ, ആ നിർബന്ധിത സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ വേണ്ടി വന്നാൽ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്നാൽ ഉചിതമായ നടപടികൾ അത്യധികം വേദനയോടെ എടുക്കേണ്ടതായി വരും. അതിലേക്ക് എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ന് പറഞ്ഞത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇല്ലേ, എന്നിട്ടും നടപടികൾ എടുക്കാതെ വന്നപ്പോൾ മാർപ്പാപ്പ ചിലരെ പുറത്താക്കിയിട്ടുണ്ട്. നിങ്ങൾക്കതറിയാം. നടപടികൾ എടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യാതിരുന്നപ്പോൾ പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് തട്ടിൽ പിതാവ് ആ സ്ഥാനത്തേക്ക് കയറി വന്നത്. ഇതങ്ങ് കേൾക്കുന്നില്ലേ? ഇനി അങ്ങയെയും പുറത്താക്കി വേറെ ആളെ കൊണ്ടുവരണോ? അതുകൊണ്ട് ഈ പിറവി തിരുനാള് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, 2023 ക്രിസ്മസിന് മുമ്പ് പറയുന്ന സന്ദേശ, ഈ പിറവി തിരുനാൾ 2023 സീറോ മലബാർ സഭയിലുടനീളം ചെയ്യുന്നത് പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലും സിനഡിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ അർപ്പണം നടത്തണം. 2 കൊല്ലമായി മാർപ്പാപ്പ പറഞ്ഞിട്ട്. തട്ടിൽ പിതാവ് ഇത് കേൾക്കുന്നില്ലേ? ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ വീണ്ടും അദ്ദേഹം പറയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ, ദയവായി ക്രിസ്തുവിന്റെ ശരീരത്തെ മുറിപ്പെടുത്തുന്നത് നിങ്ങൾ തുടരരുത്. സഭാഘാതത്തിൽ നിന്ന് സ്വയം വേർപെടരുത്, വേർപെട്ട് പോകരുത്. തട്ടിൽ പിതാവ് ഇത് കേൾക്കുന്നില്ലേ? കേട്ടിട്ടില്ലേ? തട്ടിൽ പിതാവേ, 2024 മെയ് മാസത്തിൽ അങ്ങ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ പോയി. സ്ഥിരം സിനഡ് മെത്രാന്മാരും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിൽ 150ഓളം വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ അങ്ങയോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ 2024 തട്ടിൽ പിതാവിനോട് നേരിട്ട്, നിങ്ങളുടെ സീറോ മലബാർ സഭയുടെ വിശ്വാസം പ്രാചീനമാണ്. ശ്ലൈഹ്യ പ്രബോധനത്തിന് അവകാശികളും സൂക്ഷിപ്പുകാരുമാണ് നിങ്ങൾ. ഇതങ്ങ് വിശ്വസിക്കുന്നുണ്ടോ തട്ടിൽ പിതാവേ? ഇത് വിശ്വസിക്കുന്നെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ ഗൗരവപൂർണമായ ദുരുപയോഗം എന്ന് മാർപ്പാപ്പ പറഞ്ഞ ദൈവനിന്ദയ്ക്ക് 1 മണിക്കൂർ ആരാധന നടത്തിയാൽ മതിയോ? ഈ മാർപ്പാപ്പയുടെ വാക്കുകൾ ഓർക്കുന്നുണ്ടോ തട്ടിൽ പിതാവ്? വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ തട്ടിൽ പിതാവിനോട് നേരിട്ട് പറഞ്ഞ കാര്യം, എവിടെ അനുസരണമുണ്ടോ അവിടെ സഭയുണ്ട്, എവിടെ അനുസരണക്കേടുണ്ടോ അവിടെ ശീഷ്മയുണ്ട്. തട്ടിൽ പിതാവ് ഓർക്കുന്നുണ്ടോ? അങ്ങയോടാണ് പറഞ്ഞത് 2024 മെയ് മാസത്തിൽ. എവിടെ അനുസരണമുണ്ടോ അവിടെ സഭയുണ്ട്, എവിടെ അനുസരണക്കേടുണ്ടോ അവിടെ ശീഷ്മയുണ്ട്. ഇപ്പോൾ അനുസരണക്കേടിൽ നിൽക്കുന്നത് അങ്ങ് തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും ഒക്കെ അല്ലേ? അതിന് ഒത്താശ ചെയ്യുന്ന മെത്രാൻ സിനഡ് അല്ലേ? നിങ്ങൾ 99 തീരുമാനിച്ചു മാർപ്പാപ്പയിൽ ഏകീകൃത കുർബാന, എന്നിട്ട് നിങ്ങൾ തന്നെ ലംഘിച്ചു. അന്ന് തുടങ്ങിയതാണ് അനുസരണക്കേട്. അതിനു മുമ്പുണ്ടായിരുന്നു 86-ലും 89-ലും. നിങ്ങൾ തന്നെ മാർപ്പാപ്പയെ അനുസരിക്കാതിരിക്കുക. അപ്പോൾ അച്ഛന്മാർ അനുസരണക്കേട് കാണിക്കില്ലേ? തട്ടിൽ പിതാവ് ഇത് അനുസരണം ഉള്ളിടത്താണ് സഭയുള്ളത്. എവിടെ അനുസരണമുണ്ടോ അവിടെ സഭയുണ്ട്, എവിടെ അനുസരണക്കേടുണ്ടോ അവിടെ ശീഷ്മയുണ്ട്. ഇതാണ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ മാർപ്പാപ്പയെ അനുസരിക്കാതെ ശീഷ്മയിലേക്ക് പോകുന്നത് പിതാവെ, തട്ടിൽ പിതാവെ, അങ്ങും അങ്ങയുടെ വികാരി മെത്രാപ്പോലീത്തയും അല്ലേ? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് 2023 പിറവത്തിരുന്നാൾ മുമ്പ് നടപ്പാക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നതല്ലേ? അതനുസരിക്കാതിരിക്കുന്നത് ശീഷ്മയല്ലേ? അത് തിരുത്തുന്നതിന് പകരം 1 മണിക്കൂർ ആരാധന നടത്തിയാൽ മതിയോ? 2024 മെയ് മാസത്തിലെ തട്ടിൽ പിതാവെ, അങ്ങയോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂതാശയായ പരിശുദ്ധ കുർബാനയോട്, നമ്മുടെ സഭയുടെ സാരാംശമായ കൂതാശയോട് ഗൗരവപൂർണമായ അനാദരവ് കാണിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തോട് ചേർന്ന് പോകില്ല. ഇത് അങ്ങയോടല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്? തട്ടിൽ പിതാവേ, കേട്ടിട്ടില്ലേ? അങ്ങയോട് നേരിട്ട് പറഞ്ഞതാണ്. പെർമനന്റ് സിനഡ് മെമ്പേഴ്സും 150ഓളം വിശ്വാസികളും അത് കേട്ടിട്ടുണ്ട്. ഇത്തരം അനാദരവുകൾ കണ്ടിട്ട്, എത്രയോ അനാദരവുകൾ കണ്ടിട്ട് അങ്ങ് ചെറുവിരൽ അനയ്ക്കുമോ തട്ടിൽ പിതാവേ? അത് ചെയ്തവർക്കെതിരെ സഭയുടെ കാനൂനം അനുശാസിക്കുന്ന നടപടികൾ എടുത്തോ? അതൊക്കെ എടുത്തിട്ട് വേണ്ടേ ഈ 1 മണിക്കൂർ ആരാധന നടത്താൻ ആവശ്യപ്പെടാനായിട്ട്? അങ്ങ് തന്നെയും അനുസരണക്കേടിൽ നിൽക്കുന്നു തോന്നിക്കുന്ന ഒരു അവസരത്തിൽ എങ്ങനെയാണ് ഈ ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്യാൻ അങ്ങേക്ക് കഴിയുക? സംശയത്തിന് അതീതമായി അങ്ങ് നിൽക്കണ്ടേ? അങ്ങ് തന്നെ ശീഷ്മയിലാണോ എന്ന്
സത്യവിശ്വാസികൾക്ക് സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കേണ്ടതില്ലേ തട്ടിൽ പിതാവേ? അപ്പോഴല്ലേ അങ്ങ് ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്താൽ അത് സത്യവിശ്വാസികൾ ഏറ്റെടുക്കുക? അങ്ങ് പറഞ്ഞ കുറച്ച് പേരൊക്കെ അനുസരിക്കും. പക്ഷേ അവിടെയൊക്കെയും അത് അനുസരണമുള്ള നല്ല മക്കളായതുകൊണ്ട്. പക്ഷെ അങ്ങ് തന്നെ സംശയ നിഴലിലാണ് തട്ടിൽ പിതാവേ. അത് ദൂരീകരിക്കണം. ഒരു സഭയുടെ തലവനാണ് അങ്ങ്. വീണ്ടും 2024 മെയ് മാസത്തിൽ തട്ടിൽ പിതാവെ അങ്ങയോട് പറഞ്ഞു, നിങ്ങളെ ഉല്ലംഘിക്കാനല്ല സഹായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ മറികടന്ന് തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാർപ്പാപ്പ പറയാണ്. എന്നാൽ നിങ്ങളത് സൂയിയൂരി സഭയാണ്. സ്വന്തമായി നിയമങ്ങളുള്ള ഒരു സഭ, സ്വന്തമായി നിയമ സംവിധാനമുള്ള ആ സഭയുടെ സ്വഭാവം നിങ്ങൾക്ക് ചില അധികാരങ്ങൾ നൽകുന്നു. തട്ടിൽ പിതാവേ, മാർപ്പാപ്പയാണ് പറയണേ, നിങ്ങൾക്ക് ചില അധികാരങ്ങൾ നൽകുന്നു. സാഹചര്യങ്ങൾ വിലയിരുത്താൻ, വെല്ലുവിളികൾ നേരിടാൻ, ഉചിതമായ നടപടികൾ എടുക്കാൻ. ഇതിനാണ് സൂയിയൂരി സഭ തന്നിരിക്കുന്ന അധികാരങ്ങൾ. സാഹചര്യങ്ങൾ വിലയിരുത്താൻ, വെല്ലുവിളികൾ നേരിടാൻ, ഉചിതമായ നടപടികൾ എടുക്കാൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണ് തട്ടിൽ പിതാവെ അങ്ങയോട് നേരിട്ട് പറഞ്ഞത്. അങ്ങ് സാഹചര്യങ്ങൾ വിലയിരുത്തിയോ? വെല്ലുവിളികൾ നേരിട്ടോ? ഉചിതമായ നടപടികൾ എടുത്തോ? അതോ ഉചിതമായ നടപടികൾ എടുക്കാനുള്ള ഒരുക്കമാണോ ഈ 1 മണിക്കൂർ ആരാധന? അങ്ങനെയെങ്കിൽ നന്നായി. വീണ്ടും 2024 മെയ് മാസത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തട്ടിൽ പിതാവിനോട് പറഞ്ഞു, ഈ ലക്ഷ്യം മുൻനിർത്തി ഞാൻ നിങ്ങൾക്ക് ചില കത്തുകളും വീഡിയോ സന്ദേശവും അയച്ചു. ഏകീകൃത കുർബാന നടപ്പാക്കാൻ. വിഭാഗിതരാശാനായി പിശാച് നുഴഞ്ഞു കയറി ഏകത പിളർക്കാൻ അനുവദിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ അയച്ചത്. മാർപ്പാപ്പ 4 പ്രാവശ്യം കത്ത്, 1 പ്രാവശ്യം വീഡിയോ. ലോകത്തിൽ ഏതെങ്കിലും രൂപതയോ ഏതെങ്കിലും സഭയോ ഒരു മാർപ്പാപ്പ 4 പ്രാവശ്യം ഒരേ കാര്യം പറയാനായിട്ട് കാത്തു നിൽക്കുമോ? മാർപ്പാപ്പ പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ചെയ്യല്ലേ രീതി. അതല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്ന വിധേയത്വവും അനുസരണവും. ഇത്രമാത്രം മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ടും തട്ടിൽ പിതാവെ അങ്ങ് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? പിന്നെയും ഈ ആഭിചാര കുർബാനകൾ പിന്നെയും സംഭവിക്കുന്നു. പ്രസാദകരിലും ഉദയം പേരിലും സംഭവിക്കുന്നു. എന്നിട്ടും അങ്ങ് അനങ്ങുന്നില്ല. മാത്രമല്ല, ചിലപ്പോഴൊക്കെ അങ്ങാണ് പ്രേരിപ്പിച്ച് വിടുന്നത്, അല്ലെങ്കിൽ അങ്ങയുടെ വികാരി മെത്രാപ്പോലത്തെയാണ് ഇതിനെല്ലാം പ്രേരിപ്പിച്ച് വിടുന്നതെന്നാണ് പൊതുജനങ്ങളുടെ വിശ്വാസം. കൃത്യവിലോപങ്ങൾ അങ്ങ് തുടരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനിയും ഈ സഭയുടെ തലവനായിരിക്കാൻ കഴിയുക? കുർബാന അർപ്പിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? മെത്രാൻ സിനഡിനോടും ചില ചോദ്യങ്ങളുണ്ട്. എല്ലാ മനുഷ്യരും മുമ്പാകെ പരസ്യമായി കുർബാന അവഹേളിക്കപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്തായിരുന്നു ആ റിപ്പോർട്ടിൽ? അത് പരസ്യമാക്കണ്ടേ? അതെന്തിനും മൂടി വെക്കണേ? ഇപ്പോഴത്തെ 3 സംവത്സരമാകാൻ പോകുന്നു ആഭിചാര കുർബാന കഴിഞ്ഞിട്ട്. ഇന്നേ വരെ ഈ ക്രിമിനൽ വൈദികർക്ക് എന്തെങ്കിലും ഒരു നടപടി നിങ്ങൾ എടുത്തോ? നിങ്ങൾ സഭയുടെ മെത്രാന്മാരാണോ? അതോ ഈ വൈദിക തെമ്മാടികളുടെ സംരക്ഷകരോ? ഈ 33 വൈദികരുടെ ദൈവദൂഷണത്തിന് പരിഹാരം ചെയ്യേണ്ടത് അൽമായറാണോ? അൽമായർ എത്രയോ നാളുകൾക്ക് മുമ്പ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് നിങ്ങളുടെ ആഹ്വാനമൊന്നും വേണ്ടിയിരുന്നില്ല. സത്യവിശ്വാസികൾ അന്ന് തൊട്ട് ഇന്ന് വരെയും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പുരോഹിതനെന്ന് വിളിക്കപ്പെടാൻ അർഹതയില്ലാത്ത തെമ്മാടിക്കൂട്ടങ്ങളുടെ വീട്ടുകാരും പരസ്യമായി പരിഹാരം ചെയ്യേണ്ടതുണ്ട്. ആദ്യം മുതലേ അനുസരണം കെട്ട വിമത തെമ്മാടികൾ വാഴുന്ന സ്ഥലത്ത് കൊടി പിടിക്കാനും ഗുണ്ട പ്രവർത്തനം നടത്താനും സെമിനാരിൽ പരിശീലനം നൽകുന്ന റെക്ടറും അധ്യാപകരുമൊക്കെ ഇല്ലേ? അവരെയല്ലേ പരസ്യമായി പരിഹാരം ചെയ്യാനായിട്ട് ക്ഷണിക്കേണ്ടത്? ഈ വിമത തെമ്മാടിക്കൂട്ടങ്ങളുമായി ചർച്ച ചെയ്യാൻ പോയ മേജർ ആർച്ച് ബിഷപ്പ്, വികാരി മെത്രാപ്പോലിത്ത, അവർക്ക് ഓശാന പാടിയ നിങ്ങൾ മെത്രാന്മാര്, നിങ്ങളല്ലേ നാളെ പരസ്യമായി മുട്ടിലിഴഞ്ഞു വന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് മുട്ടിലിഴഞ്ഞു വന്ന് പരിഹാരം ചെയ്യണം. എന്നാലേ ആ ആരാധന ദൈവത്തിന് സ്വീകാര്യമാകൂ. അത്രമാത്രം നിങ്ങൾ കർത്താവിൻ്റെ കുർബാന അവഗണിച്ചു കൊണ്ടിരിക്കുന്നു. തീർന്നില്ല. ഈ വിമത തെമ്മാടി വൈദികരുമായി സമരസപ്പെട്ട് സമവായ മാർഗരേഖയുണ്ടാക്കി, ഒരു അവിഹിത സമവായ മാർഗരേഖയുണ്ടാക്കി എല്ലാ ഞായറാഴ്ചയും ഉച്ച കഴിഞ്ഞ് പരിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും കർത്താവിനെ അവഹേളിക്കാൻ ഒരേ ബലിപീഠത്തിൽ ലിസിറ്റും ഇല്ലിസിറ്റൊക്കെ ചൊല്ലി കുർബാനക്കട തീരുമെന്ന് പറഞ്ഞ് ഒരു തട്ടിക്കൂട്ട് പരിപാടി. പരിശുദ്ധ കുർബാന എല്ലാ ഞായറാഴ്ചയിലും അവഹേളിക്കാൻ സന്ദർഭമൊരുക്കിയ ഒരു മേജർ ആർച്ച് ബിഷപ്പ്, വികാരി മെത്രാപ്പോലീത്ത, അവർക്ക് ഓശാന പാടുന്ന മെത്രാൻ സിനഡ്. ഈ ആരാധന എങ്ങനെ ശരിയാകും? കൂതാശ വിലക്കുള്ള വൈദികരെയും മറ്റു കൂതാശ വിലക്കുള്ള വൈദികരെയും
ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് കർത്താവിനെ അവഹേളിക്കൂ, ഞങ്ങൾ സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു സമൂഹമായ മാർഗരേഖ തയ്യാറാക്കിയ വികാരി മെത്രാപ്പോലീത്ത, അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ്, ഈ ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവം അവരെ എങ്ങനെയായിരിക്കും വീക്ഷിക്കുക? ദൈവത്തിന്റെ മനോഭാവം എന്തായിരിക്കും? വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. കത്തോലിക്ക സഭ എന്ന് പറയുന്നത് കുർബാന കേന്ദ്രീകൃതമാണ്. കൂതാശകളില്ലെങ്കിൽ, പ്രത്യേകിച്ചും വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ സഭയില്ല. മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന്, സംഘടനകളിൽ നിന്ന് സഭയെ വേർതിരിക്കുന്നത് പരിശുദ്ധ കുർബാനയാണ്. ആ കുർബാനയാണ് അവഹേളിക്കപ്പെട്ടിരിക്കുന്നത്. ആ കുർബാന സ്ഥിരമായിട്ട് അവഹേളിക്കാനാണ് ഈ സമവായ മാർഗരേഖ. അത് ഉണ്ടാക്കിയിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പ് വികാരി മെത്രാപ്പോലീത്ത. അതിന് ഓശാന പാണ് മെത്രാമാര്. എന്നിട്ട് അവർ തന്നെ ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നു. കൊലപാതകം ചെയ്തത് നിങ്ങളാണ് തൂക്കിലേറേണ്ടത് എന്ന് പറഞ്ഞതുപോലെയാണ്. കൊലപാതകം ചെയ്തത് ഞങ്ങൾ, പക്ഷെ ശിക്ഷയായി തൂക്കിലേറേണ്ടത് നിങ്ങൾ എന്ന മട്ടിലാണ് ഈ ആരാധന. പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നതും അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും ആരാണോ അവർ തന്നെ പരിഹാരമായിട്ട് ഒരു മണിക്കൂർ ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നു. കൊലപാതകമൊക്കെ ചെയ്തത് ഞങ്ങൾ, ശിക്ഷ അനുഭവിക്കേണ്ടത് നിങ്ങൾ. എന്തൊരു കാട്ടുനീതി പോലും ഇതിനേക്കാൾ നന്നായിരിക്കില്ലേ? ഇത് കാട്ടുനീതി അല്ലല്ലോ, അതിനേക്കാൾ മോശം. കർത്താവ് തന്നെ നിങ്ങളോട് പൊറുക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.